ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച ആളുകളോടുള്ള നമ്മുടെ സർക്കാരിന്റെ സമീപനം കണ്ടപ്പോഴാണ് ഒരു ദുരന്ത മുഖത്ത് പോലും ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം എത്ര വൃത്തികെട്ട രീതിയിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്നുള്ളൊരു സംഗതി എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കേരളത്തിലെ രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടൻ പഹൽഗാമിൽ ഈ ഭീകരരുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ ബൈറ്റ് എന്താണ് സംഭവിച്ചത് എന്ന് മാധ്യമങ്ങളോട് പറയുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അതിന്റെ താഴെ ഞാൻ ശ്രദ്ധിച്ച കമന്റുകളെ പറ്റി ആദ്യം പറയാം. അതിനകത്ത് ഒരുപാട് ആളുകൾ എന്താ പറയാ കൺസേൺ ആവുന്നത് അവിടെ എന്താണ് സംഭവിച്ചത് ആക്ച്വലി എന്നതിനെ കുറിച്ചല്ല, മറിച്ച് അച്ഛൻ മരണപ്പെട്ടിട്ടും ഈ പെൺകുട്ടിയുടെ അപ്പിയറൻസിൽ ഈ പെൺകുട്ടി മുടി ചീവിയിരിക്കുന്നു, ഒന്നിലധികം കമ്മലുകൾ ഇട്ടിരിക്കുന്നു, അതുപോലെ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നു, വൃത്തിയായി വസ്ത്രം ധരിച്ചിരിക്കുന്നു, അതുപോലെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് വളരെ വ്യക്തമായി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഒട്ടും ഇമോഷണൽ ആകാതെ വളരെ വ്യക്തമായും കൃത്യമായും ആ കുട്ടിയുടെ ബോധ്യങ്ങളെ പറ്റി എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി പറയുന്നു. ആ സമയത്ത് ആളുകളെല്ലാം കൺസേൺ ആവുന്നത് അച്ഛൻ മരിച്ചു കിടക്കുമ്പോഴും ഈ പെൺകുട്ടിക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു, എങ്ങനെ മേക്കപ്പ് ചെയ്യാൻ കഴിയുന്നു, സ്വന്തം അച്ഛനല്ലേ മരിച്ചത് എന്ന രീതിയിലാണ്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല എവിടെ മുതലാണ് നമ്മൾ ഒരാൾക്കാര് ഇങ്ങനെ കാണിച്ചാലാണ് അവർക്ക് ദുഃഖമുള്ളത്, ഇങ്ങനെ ഒരു സ്കെയിൽ ഉണ്ടാക്കി വെച്ചത് എവിടെ മുതലാണ് നമ്മൾ സാമൂഹികമായിട്ട്. ഇമോഷൻ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ആണെങ്കിലും ആളുകൾ അത് പ്രകടിപ്പിക്കുന്ന രീതികൾ പലതരത്തിലായിരിക്കും അല്ലെ. നമ്മൾ എങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ ഇമോഷൻസ് നമ്മൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത്. അപ്പം ഒരുപാട് അലമുറയിട്ട് കരയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ കാണിക്കുന്നത് മാത്രമാണ് ദുഃഖം പ്രകടിപ്പിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? എത്രയോ സന്ദർഭങ്ങൾ ഇപ്പൊ എന്റെയൊക്കെ ഒരു പേഴ്സണൽ അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ എന്റെ അമ്മയുടെ മരണം ഒറ്റയ്ക്ക് കണ്ട് നിന്നൊരാളാണ്. എന്നാൽ അതില് എന്താ പറയാ വിഷമിച്ച് അല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടുള്ള ഫ്യൂണറൽ എല്ലാ സംഗതികളും ഞാൻ തന്നെയായിരുന്നു കോർഡിനേറ്റ് ചെയ്യേണ്ടത്. എനിക്ക് അതിന് ഹെൽപ്പിന് വേറൊരാൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അമ്മയുടെ ആൾക്കാരെല്ലാം കോയമ്പത്തൂരാണ്. അപ്പൊ ആ സമയത്ത് കോവിഡാണ്. അവരൊക്കെ 2 മണിയോടുകൂടിയാണ് നാട്ടിലേക്ക് എത്തുന്നത്. തലേദിവസം രാത്രി അതായത് വെളുപ്പിന് ഒരു 5-10 അടുപ്പിച്ചാണ് അമ്മ മരിക്കുന്നത് തന്നെ. അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് പേര് ഡ്രസ്സ് ചെയ്ത് അമ്മേനെ റെഡിയാക്കിയൊക്കെ തന്നെങ്കിലും ആ സമയത്തുള്ള ഗ്ലൗസ് മുതൽ പെൻ മുതൽ ബുക്ക് മുതൽ മാസ്ക് മുതൽ എല്ലാ സാധനങ്ങളും എനിക്ക് ഓടി നടന്ന് മേടിക്കേണ്ടി വന്നു. അതിനുശേഷം ആംബുലൻസ് എടുത്ത് അമ്മയെ കൊണ്ട് വന്ന് എന്താ പറയാ സെമെട്രി വരെ കൊണ്ടുവരുന്നതും ഞാനാണ്. അപ്പൊ എന്റെ ബന്ധുക്കളെയൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആശ്വാസമാണ് തോന്നിയത്. ഇത്രയും മാസങ്ങളായിട്ട് ഒറ്റപ്പെട്ട് ഹോസ്പിറ്റലിൽ കോവിഡ് സമയം കൂടിയാണല്ലോ നിന്നിട്ട് എനിക്ക് ആ സമയത്ത് എന്റെ മനസ്സിലോ എന്റെ പ്രകടനത്തിലോ വന്നത് ദുഃഖമായിരുന്നില്ല. അപ്പൊ എല്ലാവരും തന്നെ പറഞ്ഞു ഈ കുട്ടി കരയുന്നില്ലല്ലോ, ഈ കുട്ടി ഒട്ടും തന്നെ വിഷമം പ്രകടിപ്പിക്കുന്നില്ല, അതിന് പകരം ഈ കുട്ടി ഭയങ്കര ആശ്വസിച്ചിരിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അപ്പൊ അവിടെ ഇരുന്ന് കരഞ്ഞ് വിഷമിച്ച് അവിടെ വീണിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേറെ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഈ 2 ദിവസം ഇവരൊക്കെ പോയതിന് ശേഷം ഞാൻ എങ്ങനെയാണ് കരഞ്ഞിട്ടുള്ളത് എന്നുള്ളത് എനിക്കും ദൈവത്തിനും മാത്രമാണ് അറിയാൻ സംഗതി. അപ്പൊ ആളുകൾ നമ്മുടെ മുന്നിൽ കാണിക്കുന്നതൊന്നും ആയിരിക്കില്ല അവരുടെ ഇമോഷൻസ്. അവർ വളർന്നു വരുമ്പോൾ സാമൂഹികമായിട്ട് അവർ ഇമോഷൻസ് പ്രകടിപ്പിച്ചപ്പോൾ എവിടെ നിന്നൊക്കെ എത്രയൊക്കെ റെസ്ട്രിക്ഷൻസ് കിട്ടിയിട്ടുണ്ടോ അതിനനുസരിച്ച് കൺജസ്റ്റഡ് ആയിരിക്കും അവരുടെ പുറത്തേക്കുള്ള പ്രകടനങ്ങൾ. അതുപോലെ തന്നെ ഭയങ്കര മെന്റലി സ്ട്രോങ് ആയിട്ട് വളർത്തുന്ന കുട്ടികൾ പ്രാക്ടിക്കലായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യണമോ അത് ഭയങ്കര എന്താ പ്രസൻസ് ഓഫ് മൈൻഡിൽ ചെയ്യാൻ കഴിയുന്ന കുട്ടികൾ ഭയങ്കര റെയറാണ്. ഇപ്പോൾ ഈ രാമചന്ദ്രൻ സാറിന്റെ മകൾ ആരതിയുടെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭീകരരുടെ ആ ഒരു സംഭവത്തിൽ അച്ഛൻ മരിച്ചു വീണപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അച്ഛനെ ഹഗ് ചെയ്തെങ്കിലും അച്ഛൻ മരിച്ചു, അച്ഛന് വേണ്ടി ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അച്ഛന്റെ പോക്കറ്റിലേക്ക് ID കാർഡ് വെച്ച് അദ്ദേഹത്തിന്റെ ഫോൺ കയ്യിലെടുത്ത് ഇരട്ടകളായ 2 മക്കളെയും പിടിച്ചുകൊണ്ട് 1 മണിക്കൂർ ഓടി ആ പെൺകുട്ടി എന്താ പറയാ രക്ഷപ്പെട്ടു വന്നു. അതിനുശേഷം അച്ഛന്റെ മൃതദേഹം അമ്മയെ പോലും അറിയിക്കാതെ നമ്മളെ നാട്ടിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എത്ര പേർക്ക് നമ്മൾ വളർത്തുന്ന മക്കളെ തന്നെ എടുത്തു എത്ര പേർക്ക് ഇത്ര ധൈര്യത്തോടെ ആ ദുരന്ത മുഖത്തും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചിന്തിച്ച് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടെന്നുള്ളത് ചിന്തിക്കണം. ആ പ്രത്യേക കഴിവോടുകൂടിയാണ് ആ സാർ ആ മകളെ വളർത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് കാണാൻ. ആ മകൾക്ക് ദുഃഖമില്ലാഞ്ഞിട്ടാണോ നമുക്കറിയില്ല. ചിലപ്പോ എനിക്കൊക്കെ ഇത്തിരി വിഷമം വന്നാലേ ദേഷ്യം വന്നാൽ കുറെ ഭക്ഷണം കഴിക്കും. ചിലപ്പോൾ ചില ആൾക്കാർ മേക്കപ്പ് ആയിരിക്കും ഇടുന്നത്, ചില ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റില്ല. പുറമേ നിന്ന് നോക്കുന്ന ആളുകളുടെ പോലെ ആയിരിക്കില്ല അകത്തുള്ള ആളുകളുടെ മാനസിക സംഘർഷം എന്ന് പറയുന്നത്. ആ പെൺകുട്ടി പറഞ്ഞത് അതിന്റെ അനുഭവമാണ്. അപ്പൊ പോലും എന്താ പറയാ വളരെ രാഷ്ട്രപരമായിട്ടുള്ള പൊളിറ്റിക്കൽ പ്രതിബദ്ധതയോടുകൂടി പൊളിറ്റിക്കലി വളരെ കറക്റ്റ് ആയിട്ടാണ് തീവ്രവാദികൾ ആരാണ്, ഞങ്ങളെ സഹായിച്ചവരാരാണ് എന്ന് മുതൽ എല്ലാം വളരെ കൃത്യമായിട്ടാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത്. ആ പെൺകുട്ടിക്ക് ദുഃഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന് പോയ ആളുകൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ നിങ്ങളിപ്പോ ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കാം, നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയൂ ആ പെൺകുട്ടി കരയുന്നുണ്ടോ ഇല്ലയോ എന്നത്. I'm fine.
കണ്ടില്ലേ, എവിടെയാണോ ഇമോഷൻസ് പ്രകടിപ്പിക്കേണ്ടത്, എവിടെയാണോ ദുഃഖം പ്രകടിപ്പിക്കേണ്ടത്, അവിടെ കൃത്യമായിട്ട് ആ കുട്ടി അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും മെന്റൽ സ്ട്രെങ്തോട് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മക്കളെ വളർത്തുന്നത്. ഇപ്പൊ ഈ പെൺകുട്ടിക്ക് കൂസലില്ലല്ലോ, ഇവിടെ അഹങ്കാരിയാണല്ലോ എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെയല്ലേ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ആത്മഹത്യ ചെയ്തു ഒരാളുകൾ എന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ശരി ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്താ മനോധൈര്യം ഇല്ലാത്ത, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ഇവരിങ്ങനെ മരിക്കാൻ നിൽക്കുവാണല്ലോ എന്ന് പറഞ്ഞ് പഴി പറയുന്നതും. അപ്പൊ ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്ന ആളുകളെ, അതിപ്പോ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പഴി കേൾക്കപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ മകളുടെ സ്ഥാനത്ത് ഒരു മകനായിരുന്നെങ്കിൽ അവന്റെ മുടി ചീവിയിട്ടുണ്ടോ, അവൻ പുത്തൻ ഉടുപ്പ് ധരിച്ചിട്ടുണ്ടോ, അവൻ കരയുന്നുണ്ടോ എന്നൊന്നും ആരും ഇങ്ങനെ അളവെടുക്കാൻ പോകില്ല. പക്ഷെ സ്ത്രീ ഇന്നതൊക്കെ ചെയ്യണം എന്നൊരു സാധനം മനസ്സിൽ കിടക്കുന്നത് കൊണ്ടുകൂടിയാണ് ഇങ്ങനെയൊക്കെ. എന്നാൽ നിങ്ങൾ തന്നെയാണ് പറയുന്നത് സ്ത്രീനെ ഭയങ്കര ധൈര്യമായിട്ട് വളർത്തണം, നാളെയുള്ള ലോകം മര്യാദയ്ക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ മനഃശക്തി കൊടുത്ത് നമ്മൾ പെൺകുട്ടികളെ വളർത്തണം എന്നുള്ളത്. ഞാൻ പ്രത്യേകമായി ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പഹൽഗാം അറ്റാക്കിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് 10 ലക്ഷം രൂപ വീതം അവരുടെ കുടുംബത്തിന് കർണാടക സർക്കാർ, ആന്ധ്രാപ്രദേശ് സർക്കാർ, ഗുജറാത്ത് സർക്കാർ ഇപ്പോഴേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ രാമചന്ദ്രൻ സാറിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ബോഡി പോലും ഏറ്റെടുക്കാനായിട്ട് നമ്മുടെ സർക്കാരിൽ നിന്നും ആരും പോയില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ആ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല എന്നുള്ളൊരു സംഗതിയാണ്. അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടക്കുമ്പോൾ നമുക്കറിയാം ഏതൊരു സംഗതിയും ഒരു പ്രമുഖന്റെ ഒക്കെ ശവസംസ്കാരം ആണെങ്കിൽ ഭയങ്കര ലൈവായിട്ട് അവരുടെ പ്രിയപ്പെട്ടവരെ കരയുന്നതും ബോധം കെട്ട് വീഴുന്നതും വരെ സൂം ചെയ്തെടുക്കുന്ന നമ്മുടെ മീഡിയ ഇദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിന് പോയിട്ടും ഇല്ല, അവിടുത്തെ കാഴ്ചകൾ ആൾക്കാരെ കാണിച്ചിട്ടും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ കോവിൽ തുറക്കുന്നു, ഇവിടെ കോവിൽ തുറക്കുന്നു. രാമകൃഷ്ണനും രാമദാസനും ഇവിടെ വിവരിച്ചിടുന്നു. ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ബലിഹവ്യം തൂവിടുന്നു, ബലിഹവ്യം തൂവിടുന്നു. അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നിർമ്മാല്യം തൊഴുതുണരാനായി ഇവിടെ ഒരൊറ്റമൊട്ടും വാടിക്കൊഴിഞ്ഞു വീഴില്ല, വാടിക്കൊഴിഞ്ഞു വീഴില്ല. അവരുടെ ധന്യഭാവമേ. അദ്ദേഹം ഒരു സ്വയം സേവകനായിരുന്നു എന്നുള്ളത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം പല വ്യക്തികളുടെ, അതായത് പേഴ്സൺസിന്റെ വീഡിയോസ് കുറെ നമ്മൾ കണ്ടു, അവര് ഫ്യൂണറലിന് പോയിട്ട് എടുത്തിട്ടുള്ള വീഡിയോസ്. അതുപോലെ ജനം ടിവിയിൽ അത് വന്നിരുന്നു. അദ്ദേഹം ഗണഗീതം പാടിക്കൊണ്ട് അദ്ദേഹത്തിനെ അടക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശവസംസ്കാര ചടങ്ങുകളിൽ അത് വേണമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ മകളും ഭാര്യയും അത് പാടി, അദ്ദേഹത്തോട് ഒപ്പമുള്ള ബാക്കി എല്ലാവരും ആ പാട്ട് പാടി, ഗണഗീതം പാടിയാണ് അദ്ദേഹത്തെ യാത്ര അയക്കുന്നത്. ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്നതിൽ ആകെ സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ. അതെ നിങ്ങളൊക്കെ കല്ലെറിയുന്ന, നിങ്ങളൊക്കെ PR ആണെന്ന് പറയുന്ന അതേ സുരേഷ് ഗോപി, അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിൽ നിന്നും ഒരു മനുഷ്യന് ഭീകരരുടെ കൈകൊണ്ട് മരിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തെ ചിതയിലേക്ക് വെക്കും മുമ്പ് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് നാടിന്റെ പേരിൽ ഇങ്ങനെ കുനിഞ്ഞ് ശിരസ് നമിച്ചു നിന്നുകൊണ്ട് സുരേഷ് ഗോപി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ പോയിരുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും? 4ാം വർഷം ആഘോഷിക്കാൻ വേണ്ടി നാട് മുഴുവൻ കൊട്ടിഘോഷിച്ച് നടക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, 3 ദിവസമായിട്ട് ഇന്ത്യയിലെ ഒറ്റ മനുഷ്യനും കണ്ണടച്ചുറങ്ങിയിട്ടില്ല ഈ ഒരു സംഭവം കേട്ടതിന് ശേഷം. നമുക്ക് പലപ്പോഴും അറ്റാക്ക് ഉണ്ടായി, സോൾജേഴ്സിന് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കേൾക്കാറുള്ള വാർത്തയാണ്. ഒരു എന്താ പറയാ, നിർഭാഗ്യകരമായിട്ടാണെങ്കിൽ അത് നമുക്ക് യൂസ്ഡ് ആണ്. പക്ഷെ സിവിലിയൻസിന് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ മരണപ്പെട്ടവർ ചെയ്ത തെറ്റെന്താണ്? സ്വന്തം രാജ്യത്തെ മറ്റൊരു സ്ഥലം സന്ദർശിക്കാൻ പോയതാണോ അവർ ചെയ്ത തെറ്റ്? അല്ലെങ്കിൽ ജനിച്ചപ്പോൾ ഹിന്ദുവായി പോയതാണോ? കലീമ ചൊല്ലാൻ അറിയാൻ പറ്റാതായി പോയതാണോ അവർ ചെയ്ത തെറ്റ്? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരെ കൊന്നത്? നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഓരോ ഇഞ്ചിനും നമുക്ക് എത്രത്തോളം വിഷമമുണ്ടായി. നമ്മളല്ലേ നാളെ അതുപോലെ മരിച്ചു കിടക്കേണ്ടി വരിക? എന്തിന് നമ്മളോട് ഈ അനീതി? നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം നമ്മുടെയൊക്കെ ഉള്ളിൽ മുഴങ്ങി കേൾക്കുന്ന സമയത്ത് സർക്കാരിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാനും ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ പറയുന്ന ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു, ജനങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ പേപ്പറിൽ അച്ചടിച്ചൊട്ടിക്കണം, അത്രയ്ക്കുണ്ട് നിങ്ങളുടെ പുരോഗതി. ജനങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നതെന്നുള്ളത്. അവർക്ക് കിട്ടിയാലേ മനസ്സിലാവുള്ളൂ. ആളുകൾ വിഷമിച്ചിരിക്കുന്ന സമയത്തും നിങ്ങൾ അതാണ് നിങ്ങൾക്ക് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. ആ മരിച്ച വീട്ടിൽ പോലും പോകാനായിട്ട് അവർക്ക് എന്തെങ്കിലും ഒന്ന് അവരെ കുറിച്ച് 2 വാക്ക് മൊഴിയാൻ. എന്തിന് ജബൽപൂരിലെ എന്താ പറയാ റാലി, ഈസ്റ്ററിന്റെ റാലിക്ക് അനുമതി നിഷേധിച്ചപ്പോ 14ാമത്തെ മിനിറ്റിനാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വരുന്നത് മനോരമയില്.
ഇതിനെ അപലപിക്കുന്നു, മോശമായി പോയി, വർഗീയതയാണെന്നും പറഞ്ഞുകൊണ്ട്. സ്വന്തം സ്റ്റേറ്റിലെ ഒരു വ്യക്തി ഇത്ര വലിയൊരു ഭീകരാക്രമണം, ആലോചിക്കണം, ഇസ്രായേലും അതുപോലെ റഷ്യയും US-ഉം ഈ പറഞ്ഞ എല്ലാ ആളുകളും അപലപിച്ചിരിക്കുന്ന ഒരു സംഗതി. ഇവിടത്തെ ഒരു മനുഷ്യന്റെ ജീവൻ പോയിട്ട് ഒരു വാക്ക് പ്രതികരിക്കാൻ പോലും കഴിയാത്ത മുഖ്യമന്ത്രി. എത്ര വൃത്തികെട്ടതാണ് ഇവരുടെ രാഷ്ട്രീയം എന്ന് നിങ്ങൾ ചിന്തിക്കണം. മനുഷ്യത്വമല്ല, മാനവികതയല്ല, സ്നേഹമല്ല, സാഹോദര്യമല്ല, രാഷ്ട്രീയം മാത്രമാണ്. ഒരു ദേശീയതയും ഇവരുടെ മുന്നിലില്ല, ഒരു രാഷ്ട്ര സ്നേഹവും ഇവരുടെ മുന്നിലില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അപ്പൊ തീർച്ചയായും നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ ഇനിയും കൊണ്ടുപോയി സുരക്ഷിതമല്ലാത്ത ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറാനായിട്ട് ആരുടെ കയ്യിലാണ് ഈ ഭരണം ഇനിയും കൊടുക്കേണ്ടത്? 104 പേരാണ് പാകിസ്ഥാനികൾ കേരളത്തിലുള്ളത് വിസയോടുകൂടി. അവരോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 104 പേര് വിസയോടെ. വിസ ഇല്ലാത്തവർ എത്ര പേരുണ്ടാവും? പെരുമ്പാവൂര് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. 6 മണി കഴിഞ്ഞാൽ അവിടുത്തെ പ്രാദേശികവാസികൾ പുറത്തിറങ്ങാൻ പേടിക്കുകയാണ്. അത്രയ്ക്ക് വിളയാട്ടമാണ്. ഈ പറയുന്ന നിരോധിക്കപ്പെട്ട എല്ലാ ലഹരി മരുന്നുകളും വളരെ സുലഭമായിട്ട് പെരുമ്പാവൂര് കിട്ടും. കേരളത്തിലെ അവസ്ഥ ഇതാണ്. ആരാണ് ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്? ഭീകരരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടാണോ രാമചന്ദ്രൻ സാറിന്റെ ഫ്യൂണറലിന്റെ മുഖ്യമന്ത്രി സാർ പോകാതിരുന്നത്? ഞങ്ങൾ താങ്കളിൽ നിന്നും ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ട് പോയില്ല? അവർ RSS ആയതുകൊണ്ടാണോ? ഗണഗീതം പാടിയതുകൊണ്ടാണോ? എന്തുകൊണ്ട് മീഡിയ ആ ഒരു ഫ്യൂണറൽ എന്ന് പറയുന്ന കാഴ്ച ഞങ്ങളെ ആരെയും കാണിച്ചില്ല? എന്തിനീ അയിത്തം? എന്താണ് കാരണം?